അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. രക്ഷയാണ് സ്വർഗം എന്ന വിഷയമാണ് അറിവുറവ പ്രോഗ്രാമിൽ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. മോഹിച്ചതെത്തുന്നുണ്ട് ഫോൺ വിളിക്കണ്ട, ഒലിക്കുന്ന നീരടുത്തുണ്ട് സ്ക്രൂ തിരിക്കണ്ട, പറക്കും ശരീരത്തിലുണ്ട് കാറെടുക്കണ്ട, നീ കരുതിയാൽ മതി പാറുമേ പറയണ്ട, വിളമ്പണ്ട നീ അതിൽ പാചകം ചെയ്യണ്ട, കുൻ എന്ന സുച്ചതീനൊക്കെയുണ്ടത് കൊണ്ട. സ്വർഗം അതൊരത്ഭുതമാണ്. എന്തു വേണേലും അവിടെ ലഭിക്കും. കുൻ എന്ന് പറയലോടുകൂടി, അല്ലെങ്കിൽ അത് ആഗ്രഹിക്കലോടുകൂടി, ആഗ്രഹിക്കുന്നതല്ല നമ്മുടെ മുന്നിലെത്തുന്ന സ്ഥലമാണ് സ്വർഗം. ആ സ്വർഗത്തിലേക്ക് എങ്ങനെയെങ്കിലും ഒന്ന് കയറിപ്പോകണമെന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. ഓരോ നന്മ ചെയ്യുമ്പോഴും നമ്മുടെ ചിന്ത സ്വർഗത്തിലെത്തിപ്പെടണം ഈ നന്മ കൊണ്ട് എന്നത് തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ സംവിധാനിച്ച സുഖസൗകര്യങ്ങൾ എന്തൊക്കെയാണ്? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബികൾ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് ഹദ്ദിസ്നാ അനിൽ ജന്ന, സ്വർഗത്തെക്കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തരണമെന്ന് പറഞ്ഞപ്പോ നബി തങ്ങൾ പറയാൻ, ലബിനതു ദഹബിൻ വലബിനതു ഫില്ല, സ്വർഗത്തിലുള്ള എടുപ്പുകൾ, കെട്ടിടങ്ങൾ, സമുച്ചയങ്ങൾ, ഒരു കല്ല്, ഒരു ഇഷ്ടിക സ്വർണമാണെങ്കിൽ മറ്റൊരു ഇഷ്ടിക വെള്ളിയായിരിക്കും. അപ്പൊ വെള്ളിയാലുള്ള, സ്വർണത്തിനാലുള്ള കല്ലുകളെ കൊണ്ട് നിർമ്മിച്ചതോ, വമിലാതുഹാ അൽ മിസ്ക്, ആ രണ്ട് ഇഷ്ടികകളെ തമ്മിൽ ഉറപ്പിച്ചു നിർത്തിയതുണ്ടല്ലോ അത് കസ്തൂരിയാണ്. വഹസ്ബാഉഹാ അൽ-ലുഅ്ലുഉ വൽ യാഖൂത്, അതിവിടുത്തെ ചരൽ കല്ലുകൾ അത് മുത്തും മാണിക്യവുമാണ്. വതുറാബുഹാ സഅഫറാൻ, അവിടുത്തെ മണ്ണ് കുങ്കുമമാണ്. ഇത് സ്വർഗത്തിന്റെ വർണ്ണനകളാണ്. ഇതൊക്കെ പറഞ്ഞാൽ നമ്മുടെ ചിന്താമണ്ഡലങ്ങളിലേക്ക് ആ സ്വർഗത്തിന്റെ മനോഹാരിത പരിപൂർണമായിട്ട് കയറിപ്പോവുകയൊന്നുമില്ല. കാരണം വിവരിക്കാൻ പറ്റാത്ത വിവരണാതീതമായ സുഖസൗകര്യങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ സംവിധാനിച്ചു വെച്ചിട്ടുള്ളത്. മാലാ ഐനുൻ റഅത് വലാ ഉദുനുൻ സമിഅത്, ഒരു കണ്ണും ഇന്നേ വരെ കണ്ടിട്ടില്ലാത്തത്, ഒരു കാതും ഇന്നേ വരെ കേട്ടിട്ടില്ലാത്തത്, അതാണ് സ്വർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചു വെച്ചത്. ആ സ്വർഗത്തിലേക്ക് എങ്ങനെ ഒന്ന് പോകണം, ആ സ്വർഗത്തിന്റെ സുഗന്ധം ആസ്വദിക്കണം എന്നാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. റീഹുൽ ജന്നതി യൂജദു മിൻ മസീറതി അൽഫി ആം, സ്വർഗത്തിന്റെ സുഗന്ധം, സ്വർഗത്തിലെ വാസന 1000 ഘാതങ്ങൾ, 1000 വർഷം നടന്നാലും 1000 വർഷം സഞ്ചരിച്ചാലും എത്താത്ത അത്രയും ദൂരത്തേക്ക് സ്വർഗത്തിന്റെ പരിമളം അടിച്ചു വീശുന്നതാണ്. ആ സ്വർഗത്തെക്കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടതാണ്. പക്ഷെ ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചിന്തിക്കേണ്ടത്, സ്വർഗത്തിന് വേണ്ടി നിസ്കരിക്കുന്നവരാ നമ്മൾ, സ്വർഗത്തിന് വേണ്ടി അമല് ചെയ്യുന്നവരാ നമ്മൾ. പക്ഷെ ചില തെറ്റുകുറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോ 1000 വർഷങ്ങൾ സഞ്ചരിച്ചാലും എത്താത്ത അത്രയും ദൂരത്തേക്ക് സ്വർഗത്തിന്റെ പരിമളം അടിച്ചു വീശുമെങ്കിൽ ആ പരിമളം പോലും ലഭ്യമാകാത്ത വിഭാഗങ്ങളുണ്ട്. ആ പരിമളം പോലും ലഭ്യമാവാത്ത അത്രമേൽ വലിയ തെറ്റുകുറ്റങ്ങളുണ്ട്. ഏതൊക്കെയാണത്? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വല്ലാഹി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ലാ യജിദുഹാ ആഖുൻ വലാ റഹിം, മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തിയവരും കുടുംബക്കാരുമായി പിണങ്ങി നിൽക്കുന്നവരും ഈ 2 വിഭാഗം സ്വർഗത്തിന്റെ പരിമളം പോലും എത്തിക്കുകയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മൾ ഈ ചെയ്യുന്നതൊക്കെ കൃത്യമായിട്ട് നിസ്കരിക്കുന്നു, നോമ്പെടുക്കുന്നു, തഹജ്ജുദിന് ഉണരുന്നു, ദിക്ർ സ്വലാത്തുകൾ ചൊല്ലുന്നു, സ്വർഗത്തിന് വേണ്ടി പടച്ചവനോട് ചോദിക്കുന്നു. പക്ഷെ റസൂലുള്ള പറയാണ്, കുടുംബക്കാരുമായി പിണങ്ങി നിൽക്കുന്നവരും മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തിയവരും അവർക്ക് സ്വർഗത്തിന്റെ പരിമളം കിട്ടൂല. ഇനിയോ സ്വർഗത്തിൽ പോകാത്ത മറ്റൊരു വിഭാഗമാരാണെന്നറിയോ? അയൽവാസികള് പിണക്കിയവര്, അയൽവാസികളുമായി ദേഷ്യം പിടിച്ചു നിൽക്കുന്നവര്,
അവരെക്കുറിച്ച്, അഥവാ ഒരു പെണ്ണിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നുണ്ട്. ആ പെണ്ണ് നിസ്കരിക്കും, നോമ്പെടുക്കും, മറ്റൊരുപാട് ഇബാദത്തുകൾ ചെയ്യും, പക്ഷെ അയൽവാസികളെ പ്രയാസപ്പെടുത്തുന്നവരാണ്. ആ പെണ്ണിനെ സംബന്ധിച്ച് അങ്ങയുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചപ്പോൾ നബി തങ്ങൾ പറഞ്ഞ മറുപടി ഹിയ ഫിന്നാർ, അവൾ നരകത്തിലാണ് എന്നാണ്. കാര്യഗൗരവത്തോടെ ചിന്തിക്കേണ്ട വിഷയമാണിതൊക്കെ. ഇനി സ്വർഗത്തിലേക്ക് എളുപ്പത്തിൽ പോകാനുള്ള ചില മാർഗങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഫിൽ ജന്നത്തി ഗുർഫ, സ്വർഗത്തിലൊരു റൂമുണ്ട്, അതല്ലെങ്കിൽ ഒരു മാളികയുണ്ട്. യുറാ ളാഹിറുഹാ മിൻ ബാത്തിനിഹാ വ ബാത്തിനുഹാ മിൻ ളാഹിരിഹാ, അതിന്റെ അകത്തുനിന്ന് നോക്കിയാൽ പുറത്തും, പുറത്തുനിന്ന് നോക്കിയാൽ അകത്തും കാണും സ്ഫടിക സമാനമായ ഒരു സൗധമുണ്ട് സ്വർഗത്തില്. അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു, ലിമൻ ഹിയ യാ റസൂലല്ലാഹ്, അത് ആർക്കുള്ളതാണ് നബിയെ? നബിതങ്ങൾ പറഞ്ഞു, ലിമൻ അതാബൽ കലാം വഅത്അമ അത്ആം വബാത ഖായിമൻ വന്നാസു നിയാം വഅഫ്ശ സലാം. 4 വിഭാഗങ്ങളെയാ പറഞ്ഞത്. ഒന്ന്, സംസാരം നന്നാക്കിയവരും, വർത്തമാനത്തെ നന്നാക്കിയവരും, മോശമായ സംസാരങ്ങളില്ലാത്തവരും, നാവിനെ സൂക്ഷിച്ചവരെന്നർത്ഥം. രണ്ടാമത്തേത് വഅത്അമ അത്ആം, ഭക്ഷണം നൽകിയവരും. ഭക്ഷണം നൽകുക അതൊക്കെ വലിയ നന്മയാണ്. മൂന്നാമത്തേത് വബാത ഖായിമൻ വന്നാസു നിയാം, ജനങ്ങളൊക്കെ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോ രാത്രിയിൽ എഴുന്നേറ്റുകൊണ്ട് നിസ്കരിച്ചവർ. നാലാമത്തേത് വഅഫ്ശ സലാം, സലാമിനെ വ്യാപിപ്പിച്ചവര്. ഈ 4 ഗുണങ്ങളുള്ളവർക്ക് സ്വർഗത്തിൽ സ്ഫടിക സമാനമായ സൗധമുണ്ട് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. അപ്പോ സ്വർഗത്തിലേക്ക് എളുപ്പത്തിൽ പോകാനുള്ള ഒരു 4 മാർഗവും സ്വർഗത്തിൽ പോകാത്ത 3 വിഭാഗത്തെക്കുറിച്ചും ഇവിടെ പറഞ്ഞു. അല്ലാഹുവേ, സ്വർഗം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. സ്വർഗത്തെ ഞങ്ങളിൽ നിന്ന് തടയുന്ന തിന്മകളിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഈമാൻ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.